ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്പ്നെയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അതെ, ഇന്ന് കുക്കിംഗ് വീഡിയോ ആണ്. അതായത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അയല റെസിപ്പിയാണ് നിങ്ങൾക്കിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ള് കാണാം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ മാരിനേറ്റ് ചെയ്ത അയലയാണ്, അതായത് ഉപ്പുകായം വേവിച്ച അയലയാണ്. ഞാൻ ഉപ്പുകായത്തിൻ്റെ വീഡിയോ കാണിക്കുന്നില്ല. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറി മസാലപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, സുർക്ക, ഇത്രയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാനൊരു അയല മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇഷ്ടമുള്ള വെളിച്ചെണ്ണ ആണെങ്കിലും തവിടെണ്ണ ആണെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ തവിടെണ്ണ ആണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നമ്മുടെ അയല നമുക്ക് പാനിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അയില രണ്ട് സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. കാരണം നമുക്കൊരു ഗസ്റ്റ് വരാണെങ്കിലും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് വിന്താലൂടെ മസാല റെഡിയാക്കി എടുക്കണം. അതിന് കുറച്ച് മുളക് പൊടിയാണ് വേണ്ടത്, കുറച്ച് ചെറിയ ഉള്ളി വേണം, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയാണ് വേണ്ടത്. നമുക്കത് മിക്സിയുടെ ജാറിലിട്ടിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് എടുക്കണം. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം കേട്ടോ, എങ്ങനെയുണ്ടെന്നൊന്ന് അറിയിക്കണേ. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്തെടുത്ത പാനിൽ തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ മസാല ഉണ്ടല്ലോ, മസാല കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ ഇളക്കാൻ, ഇല്ലെങ്കിൽ അടി പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സിമ്മിലിട്ട് വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കണം. പ്രത്യേകിച്ച് ഓർക്കണം കേട്ടോ, കാരണം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ തന്നെ സിമ്മിൽ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം ആ ഒരു അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഒന്ന് കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്, നന്നായിട്ടൊന്ന് കുക്കൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള സുർക്ക ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ മസാല ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. നമുക്കിനി ഫ്രൈ ചെയ്തെടുത്ത് വെച്ച അയല നമുക്ക് ഓരോന്നായിട്ട് നമ്മൾ ഈ മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നന്നായിട്ട് നമ്മുടെ അയലിലേക്ക് മസാല പിടിക്കുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ആ ഗ്രേവി നന്നായിട്ട് അയലിലോട്ടൊക്കെ എത്തുന്ന രീതിയിൽ വേണം മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ.
അപ്പോൾ അയല വെന്താലും റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബായ്.